പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നാം ദൈവസാന്നിധ്യത്തെക്കുറിച്ചാണല്ലോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂരസ്ഥനായ ദൈവത്തെ സമീപസ്ഥനായി അനുഭവിക്കുവാൻ മോശയെപ്പോലെ നമുക്ക് കഴിയണം. യോബിൻ്റെ ഭാര്യ ഒരിക്കൽ യോബിനോട് പറഞ്ഞില്ലേ, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക. ഞാൻ ഓർക്കുകയായിരുന്നു, ഇങ്ങനെ പറയുന്നതിനേക്കാൾ എത്ര ഭേദമാ ഏറ്റുപറഞ്ഞ് ജീവിക്കുന്നത് അല്ലേ? ഈ കോവിഡ് പാൻഡമിക് നാം വിചാരിക്കുന്നതിലപ്പുറമായി ദോഷങ്ങൾ, നാശങ്ങൾ ലോകത്തിലൊട്ടാകെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്യുന്നതൻ്റെ മറവും സർവശക്തൻ്റെ നിഴലും നീ വിട്ടുപോയിട്ട് പിന്നെ സർവശക്തനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. സർവശക്തൻ നമ്മെ പരിപാലിക്കട്ടെ, നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ. A.W. ടോസർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, I want the presence of God himself, or I don't want anything at all to do with religion. I want all that God has, or I don't want any. എത്ര അർത്ഥവത്തായ ഒരു കോട്ട അല്ലേ? നമുക്കെല്ലാം വേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമുക്ക് അവനുള്ളതെല്ലാം വേണം, ഇല്ലെങ്കിൽ ഒന്നും വേണ്ട. ആദാമും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. എന്നിട്ട് ദൈവം അങ്ങ് പോയില്ല. ദൈവം എന്നും അവരോട് സംസാരിക്കാൻ, അവരോടുകൂടെ നടക്കുവാൻ ഇറങ്ങി വരുമായിരുന്നു അല്ലേ? ആദാം ദൈവശബ്ദം കേട്ട് മുന്നേറുമായിരുന്നു. നമ്മുടെ ഓരോ സ്റ്റെപ്പും ഓരോ ദിവസവും നമ്മെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതാണ്. അങ്ങനെ നാം പിന്നെ അവസാനം അവൻ്റെ സാന്നിധ്യത്തിലായിത്തീരും, അവനോട് കൂടെ ആയിത്തീരും. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു താഴ്മ എന്നിലുണ്ടെങ്കിൽ പൂർണ്ണമായും അത് ദൈവകൃപയുടെ അടയാളമാണ്. ഞാൻ അത്ര ഹംബിൾ പേഴ്സൺ ഒന്നുമല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഐ എം എ പ്രൗഡ് പേഴ്സൺ pursuing humility by the grace of God, and that grace is everywhere. അത് ഞാൻ നല്ലവണ്ണം വിശ്വസിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി യെശയ്യാവ് 50:4. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ നാവായി നമുക്ക് വർത്തിക്കുവാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കണമെങ്കിൽ നാം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായിരിക്കണം, ദൈവത്തെ രുചിച്ചറിഞ്ഞവരായിരിക്കണം. ദൈവനെ നമ്മുടെ ഹൃദയത്തിൽ കാണണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാവിൽ കൂടി അത് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ വചനം തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മെ ചേർത്ത് പിടിച്ച് ഈ മരുഭൂയാത്രയിൽ വഴി നടത്തുന്ന ദൈവത്തിന് പൂർണ്ണ മഹത്വം നമുക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കാം. ഈ ദൈവം നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രതികൂല സമയത്ത് അവനെ നോക്കിയപ്പോൾ, നാം അവനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നാം ലജ്ജിച്ചു പോയോ? ഇല്ല. നാം ലജ്ജിച്ചു പോകാതെ അവൻ നമ്മുടെ മുഖത്തെ പ്രകാശമാക്കി തീർത്തു. ഈ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. ഈ ദൈവം എപ്പോഴും നമ്മെ തൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുക, നമ്മെ അവൻ വഹിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. ഈ വാക്യത്തിലെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും
മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പലപ്പോഴും പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എൻ്റെ നേരെ വന്നപ്പോൾ, ഞങ്ങൾ കുടുംബമായി ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ, അതായത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ, യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിപ്പാനും മഹത്വത്തോടെ ആ ബുദ്ധിമുട്ട് അവൻ തീർത്തു തരുന്നത് പല പ്രാവശ്യം അനുഭവിപ്പാനും ഇടയായിട്ടുണ്ട്. ഈ ഫിലിപ്പിയ ലേഖനം ഞാൻ പറഞ്ഞല്ലോ, 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ 4-ാം അധ്യായത്തിലെ ധാരാളം ഉറപ്പുകൾ നമുക്ക് തരുന്ന ഭാഗമാണ്. അതായത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ സുരക്ഷിതയാണ്, അവൻ എൻ്റെ കാര്യങ്ങൾ നടത്തി തരുമെന്നുള്ളൊരു വലിയ വിശ്വാസം ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിൽ തരും. ചില ദിവസങ്ങളിൽ അനാരോഗ്യത്തിൻ്റെ വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഒരു വലിയ കറുത്ത മേഘം എൻ്റെ തോളിൽ ഇരിക്കുകയാണല്ലോ എന്ന തോന്നൽ വരുമ്പോൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ള വചനത്തോട് നീതി പുലർത്താൻ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഫിലിപ്പിയർ 4-ാം അധ്യായം പൗലോസ് ഫിലിപ്പിയിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ ഒക്കെ എഴുതുന്ന ബുക്കാണ്, അല്ലെങ്കിൽ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്ന ബുക്കാണ്. ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ദൈവജനത്തിന് വലിയ എൻകറേജ്മെൻറ്റ് നൽകുന്ന ഒരു ബുക്കാണ് ഫിലിപ്പിയ ലേഖനം. ഓരോ ദിവസവും രാവിലെ പൗലോസ് ഉണരുമ്പോൾ മനസ്സിലാകുന്നത് എന്തുവാ? താനൊരു ബദ്ധനാണ്. കാരണം താൻ കയ്യിൽ വിലങ്ങുമായിട്ട് കിടക്കുന്നൊരു മനുഷ്യനാണ്. കൂടാതെ താൻ ചുറ്റും നോക്കിയാൽ തൻ്റെ കാരാഗൃഹത്തിൻ്റെ 4 മതിലുകളാണ് കാണാൻ കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനം കാരാഗൃഹ ലേഖനമാണ്. പക്ഷെ താൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കാനായി അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ചാപ്റ്റർ ഉടനീളം, ഈ ബുക്ക് മുഴുവനും, ഫിലിപ്പിയ ലേഖനം മുഴുവനും അവരോട് തങ്ങളുടെ മനസ്സ് ഉയരത്തിലുള്ളതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പൗലോസ് പറയുന്നുണ്ട്. അപ്പസ്തോലൻ തൻ്റെ ചുറ്റുപാടുകൾ കാരണം തൻ്റെ ഡ്യൂട്ടീസിൻ്റെ മേലൊക്കെ ഒരു പാസ് എടുത്ത് മാറി നിൽക്കുവാൻ തുനിഞ്ഞില്ല. തൻ്റെ മുമ്പിൽ എന്താണുള്ളതെങ്കിലും തൻ്റെ കയ്യിലുള്ളത്, തൻ്റെ ഹൃദയത്തിലുള്ളത്, ദൈവം തന്നെ ഏൽപ്പിച്ചത് മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ പൗലോസിന് കഴിയുമായിരുന്നു. കാരണം പൗലോസ് ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്നും ആരാണ് തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നതെന്നും ഒക്കെ വളരെ വ്യക്തമായി ശക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. സമാധാനമില്ലാതെ വരുമ്പോൾ ഈ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവം പൗലോസിനോട് പറയുന്നുണ്ട്, എന്നാൽ സകല ബുദ്ധിയും കവിത ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അങ്ങനെ കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുഞ്ഞെ, ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്? ഏത് വിഷയത്തിലാണ് നിനക്ക് ഉത്തരം കിട്ടാതെ ചില ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം നിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് നീ ഭാരപ്പെടുന്നത്? അതൊക്കെ സ്തോത്രത്തോടെ നീ ദൈവത്തെ അറിയിക്കണം. എന്നിട്ട് ചിന്തിക്കാൻ പറയുന്നത് സത്യമായ കാര്യമാണ്, ഘനമായ കാര്യമാണ്, നീതിയായ കാര്യമാണ്, നിർമ്മലമായ കാര്യമാണ്, രമ്യമായ കാര്യമാണ്, സൽകീർത്തിയായ കാര്യമാണ്, സൽഗുണമായ കാര്യമാണ്, പുകഴ്ചയായ കാര്യമാണ്. 8 കൂട്ടം കാര്യം അവിടെ പറയുന്നുണ്ട് ചിന്തിച്ചു കൊള്ളുവാൻ. ഓർത്ത് നോക്കിക്കേ ദൈവത്തിലെ, നിൻ്റെ ചിന്ത ഈ കാര്യങ്ങളെക്കുറിച്ചാണോ? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് ഗോഡ്സ് പ്രസൻസ്, നീ ചിന്തിക്കുന്നതൊക്കെ ട്രൂത്തായിട്ടുള്ള കാര്യമായിരിക്കും. സത്യമായതും ഘനമായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണമായതും പുകഴ്ചയായതും ഒക്കെ ആയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ അതിന് വിപരീതമായിട്ടായിരിക്കും. കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്ന ഒരു ദൈവത്തെ പൗലോസ് രുചിച്ചറിഞ്ഞതുകൊണ്ട് ആ ദൈവത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം ഫിലിപ്പിയിലെ വിശ്വാസികളോട് താൻ അറിയിക്കുക. തനിക്ക് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനുമൊക്കെ താൻ ശീലിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ട് തനിക്ക് ശീലിക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ, താൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനായിരുന്നു.
ഫിലിപ്പിയർ 4:13 ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:13 പൗലോസ് പറയുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സ്തോത്രം. ഒന്ന് വിശ്വസിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ നീ തളർന്നിരിക്കുക. നമ്മുടെ കുറിവാക്യം എന്തുവാ? തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കേണ്ടത് ശിഷ്യന്മാരുടെ നാവ് നമുക്ക് തരുന്നൊരു ദൈവമാണ്. നീ തളർന്നിരിക്കുക, നിനക്ക് ആരെയും ആശ്വസിപ്പിക്കാൻ ഇപ്പം പറ്റത്തില്ല. പക്ഷെങ്കിൽ ഓർക്കണം, സകലത്തിനും മതിയാകുന്നവനാക്കി നിന്നെ മാറ്റുന്നൊരു കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാവിലെ കാലം ഈ ഡിവോഷൻ സ്റ്റഡി കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ടഫ് ടൈമിലൂടെ ഡാർക്ക് ഡേയിലൂടെയാണ് പോകുന്നതെങ്കിലും, ഒരു ഹാർഡ് സീസൺ ആണെങ്കിലും, ഈ 19-ാം വാക്യം ഞാനിപ്പോൾ 7-ാം വാക്യവും 13-ാം വാക്യം റിപ്പീറ്റഡായിട്ട് പറഞ്ഞു. 19-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ വാക്യം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒന്ന് വായിച്ച് ധ്യാനിച്ചേ. ബുദ്ധിമുട്ടിൽപ്പെട്ടാലും കുഞ്ഞെ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നിനക്ക് വിശ്വസിക്കാമോ? ദൈവം ചെയ്യും. God who deserves all our praise will pull you through. അപ്പോൾ അവന് നന്ദി, സ്തുതി കരയറ്റണം. ചെറിയ വിഷയത്തിന് വേണ്ടിയാണെങ്കിലും വലിയ വിഷയത്തിന് വേണ്ടിയാണെങ്കിലും നമുക്ക് നന്ദിയുള്ളവരായി അവന് സ്തുതി കരയറ്റുവാൻ കഴിയണം. തിരുവചനം അല്ലെങ്കിൽ ബൈബിള് നമുക്ക് തരുന്ന എല്ലാ നല്ല എൻകറേജിങ് ആൻഡ് എഡിഫൈയിങ് വേഴ്സസിന് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വരുമ്പോൾ, ഞങ്ങൾ തളർന്നു പോകുമ്പോൾ, ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ വരുമ്പോൾ, ആശ്വാസം നിരസിച്ചിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ, കടന്നു പോകുന്ന അവസ്ഥ ഒരിക്കലും ശരിയാകില്ല എന്ന് തോന്നുമ്പോൾ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ട്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ഞങ്ങളുടെ ബുദ്ധിയെ മുട്ടിച്ചു കളയുന്ന വിഷയം ഏതാണെങ്കിലും ആ വിഷയത്തിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ആ വിഷയത്തിന് ഉത്തരം കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. God will pull us through. ഇതിൽ കൂടെ, ഈ ഹാർഡ് ടൈമിൽ കൂടെ, ഈ ടഫ് ടൈമിൽ കൂടെ ദൈവം ഞങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് മുന്നേറുവാൻ തക്കൊണ്ടെന്ന് ഞങ്ങളെ സഹായിക്കുമാറാണ്. സർവ്വമൊത്തം തിരുമേനിക്കിറക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.